ഈശോയെ നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. ഓരോ സഭയ്ക്കും, ഓരോ സഭ എന്ന് പറയുമ്പോൾ ഓരോ സെക്റ്റുകൾക്കും പല രീതിയാണ്, പല വിശ്വാസങ്ങളാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ഈശോയെ വിശേഷിപ്പിക്കുന്നത് പിതാവിന് സമനായിട്ടല്ല, മറിച്ച് ചില വിശേഷണങ്ങളാണ്. അദ്ദേഹം പറയുന്നത്, ഈശോയെ അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത് പിതാവിനോട് സമനെന്ന് പറയുന്നതിന് പകരം നിത്യപിതാവിൻ്റെ ഏകപുത്രൻ. ഈശോ എന്ന് പറയുന്ന നിത്യപിതാവിൻ്റെ ഏകപുത്രനാണ്. ഒപ്പം തന്നെ പുത്രനായ ദൈവം, അടുത്തത് ഇമ്മാനുവൽ എന്നൊക്കെയാണ് അദ്ദേഹം ആരാധനക്രമങ്ങളിലും പ്രസംഗങ്ങളിലും വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ ലളിതമായിരുന്നു, മനോഹരമായിരുന്നു. ലളിതമെന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും, അറിവുള്ള വ്യക്തിക്കും അറിവില്ലാത്ത വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും നല്ല ലളിതമായിട്ട് അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ശ്രോതാക്കളുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രസംഗിക്കുന്നതിൽ അദ്ദേഹം ശ്രേഷ്ഠനായിരുന്നു. ശ്രോതാക്കളുടെ വികാരം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേൾക്കുന്ന എല്ലാ വ്യക്തികളും ഒരേപോലെയല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ഒരിക്കലും. ആ പ്രസംഗം നീണ്ടുപോയി, ഒരുപാട് സമയം നീണ്ടുപോയതിനു ശേഷം അതിൻ്റെ ഒടുക്കത്തിൽ അദ്ദേഹം ജനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പ്രസംഗം ഒരുപാട് നീണ്ടുപോയി എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതീവ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം രക്ഷയ്ക്കുതകുന്നതായതുകൊണ്ട് അല്പം നീണ്ടുപോയാലും ഒട്ടും ശങ്കിക്കുകയോ ഒട്ടും മടുപ്പ് കാണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് അന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ എന്തിനിത് പറയുന്നു, എന്തിനിത് ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ, ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ അറിവുകൾ ലഭിക്കാനും സഹായിക്കുന്ന സമയങ്ങളാണ് ഞായറാഴ്ച പ്രസംഗങ്ങളും ഒപ്പം തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലെ നമ്മുടെ ചില ഷെയറിങ്ങുകളും ഒപ്പം തന്നെ നമ്മുടെ ചില പ്രസംഗങ്ങളൊക്കെ. പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് ലഭിക്കുന്നതെല്ലാം പ്രസംഗത്തിൽ നിന്നാണ്, വിശ്വാസം വർദ്ധിക്കുന്ന പ്രസംഗത്തിൽ നിന്നാണ്. അപ്പോൾ ഞായറാഴ്ചയിലെ പ്രസംഗങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മയിലെ പ്രസംഗങ്ങളും അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനും ഈശോയെക്കുറിച്ച് അറിയുന്നതിനും നമ്മുടെ അജ്ഞത വിട്ടുപോകുന്നതിനും അതിടയാകും. അതിലൊരു അപകടമുള്ളത്, നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുന്നത് ഞായറാഴ്ച പ്രസംഗങ്ങളുടെ ദൈർഘ്യം കൂടുന്നെന്നും പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ സമയം കൂടുന്നെന്നും പറയുമ്പോൾ നമുക്ക് അവിടെ ലഭിക്കാതെ പോകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അജ്ഞതയല്ല, ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. ജെറോം പറയുന്നൊരു മനോഹരമായ ചിന്തപ്രകാരമാണ്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും സഭയെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കുണ്ടായിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, അല്പം കൂടിപ്പോയാലും ഇതെല്ലാം ഒരുവൻ്റെ രക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങളാണ്. രക്ഷയുടെ കാര്യങ്ങൾക്ക് സമയമെടുക്കാം, പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒപ്പം തന്നെ വിശുദ്ധ സിറിൽ മെത്രാൻ, അദ്ദേഹം മെത്രാനായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവിടെയുള്ള ജനത്തോട് പറഞ്ഞിരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങണം. ഈ ഒരുക്കത്തിൽ അദ്ദേഹം വളരെ പ്രായോഗികമായ കാര്യങ്ങൾ പോലും ദൈവജനത്തോട് സംഭാഷിച്ചിരുന്നു. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ എഴുതിയ സമയത്ത് തന്നെ ഒരു മനുഷ്യൻ അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് കൃത്യമായൊരു ഉദാഹരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത്, വിശുദ്ധ കുർബാന സ്വീകരണ സമയത്തെ നമ്മുടെ കരങ്ങളുടെ ഉപയോഗം പോലും അദ്ദേഹം വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നുണ്ട്, ഗൗരവത്തോടുകൂടി പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, ഒരുവൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഈശോയുടെ അടുത്തേക്ക് വരുമ്പം 2 കരങ്ങളും പരിശുദ്ധമായിരിക്കട്ടെ, 2 കരങ്ങളും അകന്നു പോകാതിരിക്കട്ടെ, വിരലുകൾ അകന്നു പോകാതിരിക്കട്ടെ. വളരെ ശ്രേഷ്ഠമായിട്ട് വലതു കൈയുടെ മുകളിൽ ഇടതു കൈ പിടിച്ചു വേണം ഈശോയെ സ്വീകരിക്കാനായിട്ട്. നമ്മൾ ഒരു രാജാവിന് വേണ്ടി ഒരു സിംഹാസനം എങ്ങനെ ഒരുക്കുമോ അതിനേക്കാളും ഗൗരവത്തോടെ, അതിനേക്കാളും വിശുദ്ധിയോടുകൂടെ വേണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കരങ്ങളെ സിംഹാസനം പോലെ ഒരുക്കാനായിട്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈശോയെ സ്വീകരിക്കുമ്പോൾ ശ്രേഷ്ഠതയോടുകൂടെ പറയണം, ആമേൻ എന്ന് പറഞ്ഞു വേണം സ്വീകരിക്കാനായിട്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വിശുദ്ധ കുർബാന കരങ്ങളെടുത്തു കഴിയുമ്പോൾ കണ്ണുകൾ പോലും വലിയ അത്ഭുതത്തോടുകൂടെ, വലിയ സ്നേഹത്തോടുകൂടെ വേണം, ഭക്തി നിർഭരമായിട്ട് വേണം ഈശോയെ നോക്കാനായിട്ട്. കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് അതൊരു ഭക്ഷണമല്ല, അത് ഈശോയാണ്. ഈശോയെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു തരി പോലും താഴെ പോകാതെ, അലക്ഷ്യമായിട്ട് വിട്ടുപോകാതെ അത് നാവിൽ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നോക്കിക്കേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഇത്രമേൽ പ്രാധാന്യം കൊടുത്ത് ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കരങ്ങളിലാണ് ആ നാടുകളിൽ ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിലും നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നത് കരങ്ങളിൽ തന്നെയാണ്. ഒരുപക്ഷെ നാവിൽ സ്വീകരിക്കുന്നവരും കാണും. എങ്കിലും എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതല്ല, സ്വീകരിക്കുന്നതിലെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കട്ടെ. അദ്ദേഹം
പ്രായോഗികമായിട്ട് പറഞ്ഞു കൊടുത്തത് കരങ്ങളുടെ ഉപയോഗമാണ്, വിശുദ്ധമായ കരങ്ങളുടെ ഉപയോഗം. അതിൻ്റെ ചില ചെയ്തികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. നമ്മൾ കരങ്ങളുടെ ശ്രേഷ്ഠതയേക്കാൾ മുമ്പായിട്ട് ആദ്യമേ ചിന്തിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരുക്കം എന്തോരമുണ്ട്. കരങ്ങളുടെ ഒരുക്കം എത്രമേലാണെങ്കിൽ ഹൃദയത്തിൻ്റെ ഒരുക്കം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിശുദ്ധി, ഇതെല്ലാം വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സഭയുടെ പഠനങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുന്നായിട്ട് 1 മണിക്കൂർ നേരത്തെ ഉപവാസത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഉപവാസങ്ങളും ഒരുക്ക പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ടായിരിക്കട്ടെ. ഞാൻ സ്വീകരിക്കാൻ പോകുന്നത് ഒരു ഭക്ഷണമല്ല, അത് എൻ്റെ ഈശോയുടെ ശരീരവും രക്തവുമാണെന്നുള്ള ബോധ്യമുള്ളവന് അത്രമേൽ ഒരുങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുക്കങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം. ഒപ്പം തന്നെ വിശുദ്ധ സിറിൽ മെത്രാൻ അദ്ദേഹം പ്രാധാന്യം കൊടുത്ത വേറൊരു മേഖലയാണ് ജ്ഞാനസ്നാന സ്വീകരണം, മാമോദീസ സ്വീകരണം. കാരണം മാമോദീസ സ്വീകരിക്കുന്നു പറഞ്ഞാൽ അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, വിശ്വാസം സ്വീകരിക്കുന്നു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവന് ഔദ്യോഗികമായിട്ട് ഒരു ക്വാളിഫിക്കേഷനാണ്, ഒരു യോഗ്യതയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്കും മാമോദീസയ്ക്കും അത്രമേൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തൊരു കാര്യമാണ് സത്യസഭയെക്കുറിച്ച്, കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള അറിവ് നേടലിനെ കുറിച്ച്. ഈ 3 കാര്യങ്ങളും നമുക്ക് അങ്ങേയറ്റം അപങ്കരും കാത്തു സൂക്ഷിക്കാം, അതിന് കുറച്ചുകൂടി വില കൊടുക്കാം. മാമോദീസ സ്വീകരിക്കാൻ പോകുന്നവരുടെ ഒരുക്കം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരുക്കം, പ്രായപൂർത്തിയായിട്ട് സ്വീകരിക്കുന്നവരും മാമോദീസ സ്വീകരിക്കുമ്പോഴുള്ള ഒരുക്കങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ജീവിതത്തിൽ നടത്താനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യനെ അങ്ങേയറ്റം ഈശോയിലേക്ക് അടുപ്പിക്കും. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന വേറൊരു മേഖലയുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ക്രൈസ്തവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എത്രമേലാണെന്നും പരിശുദ്ധാത്മാവിന് എത്രമേൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ചലിപ്പിക്കാനും രൂപാന്തരപ്പെടുത്താനും സാധിക്കുമെന്നും അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എത്രമേൽ അറിവുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. അറിവില്ലാത്ത മേഖലകൾക്ക് വേണ്ടി ചില പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാം, വായനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. സഭയുടെ ചില പഠനങ്ങൾ അത് അമൂല്യ ശേഖരങ്ങളാണ്. നമ്മുടെ നമസ്കാര പുസ്തകങ്ങൾ എടുത്താൽ തന്നെ ഒരുപാട് അറിവ് നമുക്ക് ലഭിക്കും. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അറിവ് ലഭിക്കും. ഒപ്പം തന്നെ സഭാപിതാക്കന്മാരുടെ ചില ഗ്രന്ഥങ്ങളൊക്കെ നമുക്കിങ്ങനെ എടുത്തു വായിക്കാനും ഒരുപക്ഷെ സോഷ്യൽ മീഡിയ പോലുമൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊരു അത്ഭുതം എന്ന് പറയുന്നത് മെയ് 7-ാം തീയതി 351 വർഷത്തിൽ അദ്ദേഹം ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ മുകളിലായിട്ട് ജെറുസലേമിൽ ആകാശത്തിൽ ഒരു വലിയ കുരിശ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കാൽവരിയിലെ അതേ കുരിശ് ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം സാക്ഷിയാക്കി പറയുന്നുണ്ട്. ഒപ്പം തന്നെ വേറൊരു അത്ഭുതങ്ങൾ നടന്നത്, ഈശോ ചെയ്ത ചില അത്ഭുതങ്ങൾക്ക് സമമായിട്ട് തന്നെ ചില അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നതായിട്ട് പറയുന്നുണ്ട്. ചില അത്ഭുതങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാത്തതുകൊണ്ട്, ചില അത്ഭുതങ്ങൾ കെട്ടറിവ് വെച്ചൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വായിക്കുന്നുണ്ട്. അതിൽ ഒരത്ഭുതം എങ്ങനെയാണ്, ഇദ്ദേഹം ഒരു ശവസംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനകൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മരിച്ചു കിടന്നിരുന്ന വ്യക്തി ഉയർത്തെഴുന്നേറ്റു ജീവനിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയുന്ന വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, അദ്ദേഹം ഹോളി സെപ്പൾക്കർ ചർച്ച് ജെറുസലേമിലെ ഒരു ദേവാലയ വിശുദ്ധീകരണ കർമ്മത്തിൻ്റെ സമയത്ത്, വെഞ്ചിരിപ്പ് സമയത്ത് അദ്ദേഹത്തിനൊരു വെളിപാട് കിട്ടി. ഓയിലുള്ള ഒരു വിളക്ക് കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. അങ്ങനെ തിരി തെളിക്കാൻ നേരത്ത് നോക്കിയപ്പോൾ എണ്ണ കാണുന്നില്ല, എണ്ണയില്ല. അദ്ദേഹം ഉടനെ ചെയ്യുന്ന കാര്യം അവിടെയുള്ളവരോട് പറഞ്ഞു, ഒരു കാലിയായ പാത്രം കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ അവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ ചെയ്ത അത്ഭുതം പോലെ അങ്ങനെയുള്ള അത്ഭുതം കണക്ക് ഒരത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. ഇല്ലാതിരുന്ന കാലിപ്പാത്രത്തിൽ എണ്ണ നിറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് രോഗികൾ സൗഖ്യമാക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് രോഗികൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും, അദ്ദേഹം സൗഖ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുകയല്ല, മറിച്ച് അദ്ദേഹം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ ചുറ്റുപാടുള്ള ചില വ്യക്തികൾ, രോഗികൾ സൗഖ്യമാക്കപ്പെട്ടതെന്നും ചരിത്രം പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധനെ പോലെയോ നമ്മുടെ മുമ്പേ കടന്നുപോയ വിശുദ്ധരെ പോലെയൊക്കെയോ നമുക്കും പ്രാർത്ഥനയും ഒരു വിശുദ്ധമായ ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ ചില വാക്കുകളും നമ്മുടെ പ്രവൃത്തികൾ പോലും ഒരുവൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി ഒന്നും പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രാർത്ഥനകളും ഒരുപാട് പേർക്ക് ഉപകരിക്കും. അത് വലിയ അത്ഭുതമാണെന്നൊന്നുമില്ല. ഒരുവൻ്റെ ജീവിതത്തിൽ ആശ്വാസമാകുന്ന വാക്ക് മതി, അതൊരു വലിയ അത്ഭുതമാണ്, അതൊരു അഭിഷേകമാണ്. ഒപ്പം തന്നെ നമ്മുടെ സ്നേഹത്തോടെയുള്ള ചില സ്പർശനങ്ങളും അതൊരു സൗഖ്യത്തിന് കാരണമാകാൻ ഇടയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനയുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ.